വേങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത ബാധയാണ് എനിക്ക് തോന്നുന്നു മധ്യകേരളത്തിൽ നിന്നുള്ള പ്രധാനമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. അവിടെ സർക്കാരിന്റെ സഹായമൊന്നും എത്തുന്നില്ല എന്ന പരാതിയൊക്കെ ഉയരുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ അവിടെ എത്രത്തോളം ഊർജിതമാക്കുന്നുണ്ട്? പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ദിവ്യ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവർക്ക് ഈ ആവശ്യത്തിനുള്ള ധനസഹായം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു കുടുംബത്തിലെ 4 പേർക്കുൾപ്പെടെ മഞ്ഞപ്പിത്തം പിടിപെട്ട ഒരു സാഹചര്യം വേങ്ങൂരിലുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള നിർധനരായിട്ടുള്ള കുടുംബങ്ങളെ സഹായിക്കാനുള്ള ഒരു നീക്കം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ആദ്യം 10 ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് നൽകാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് സർക്കാരിന്റെ കൂടി അനുമതി വേണ്ടതുണ്ട്. പക്ഷേ ആ അനുമതി ഇനിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പറയുന്നത്. അതുകൊണ്ട് ഇന്നലെ ചേർന്ന ഒരു യോഗത്തിൽ ഈ നാട്ടുകാരിൽ നിന്നും പിരിവെടുത്ത് ഈ കുടുംബങ്ങൾക്ക് സഹായം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. അതിനായി ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു തീരുമാനം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട്. നിലവിൽ 40-ലധികം ആളുകൾക്ക് അവിടെ ഇപ്പോൾ രോഗം ബാധിച്ചവർ ചികിത്സയിലാണ്. വേങ്ങൂരിൽ മാത്രം 180-ലധികം ആളുകൾക്ക് മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് തന്നെ നൽകുന്ന ഒരു കണക്ക്. അതുകൊണ്ട് ആ കണക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ സാഹചര്യം എന്നുള്ളത്. ഒപ്പം തന്നെ ഈ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രശ്നം കൂടി ഉയർത്തി കാണിക്കുന്നുണ്ട്. വേങ്ങൂരിലേക്ക് കൃത്യമായി കുടിവെള്ളം എത്തുന്നില്ല. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് കൂടി അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് എവിടെ നിന്നാണ് ഈ മഞ്ഞപ്പിത്തത്തിന്റെ തുടക്കം ഉണ്ടായിട്ടുള്ളത് എന്നത് ഉൾപ്പെടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് വിശദമായ ഒരു പരിശോധന അവിടെ ആരോഗ്യവകുപ്പ് നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലോറിനേഷനാണ് പല വീടുകളിലും നടത്തുന്നത്. പ്രത്യേകിച്ച് ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടത്തുന്ന ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. കലക്ടർ അവിടെ സന്ദർശിച്ചിരുന്നു. വേങ്ങൂർ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ സ്ഥിതിഗതികൾ ജില്ലാ കലക്ടർ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം റിപ്പോർട്ട് നൽകാനുള്ള ആവശ്യം പഞ്ചായത്തിന് മുൻപിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. വേങ്ങൂരിലെ തുടർ വാർത്തകൾ ഇന്നുണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ